48 വർഷത്തിന് ശേഷം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ പെൺതിളക്കം. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ MU ഷിനിജയിലൂടെയാണ് ഭരണസമിതിയിൽ വീണ്ടും വനിതാ പ്രവേശനം സാധ്യമാകുന്നത്. 1978 ചട്ടം ഭേദഗതി ചെയ്ത ശേഷം വനിതകൾ ഭരണസമിതിയിൽ എത്തിയിട്ടില്ല. 2 വർഷമാണ് ഭരണസമിതി കാലാവധി. അരനൂറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിന് വിരാമം കുറിച്ച് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലേക്ക് വനിതാ അംഗം. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ MU ഷിനിജയിലൂടെയാണ് ഭരണസമിതിയിൽ വീണ്ടും വനിതാ പ്രവേശനം സാധ്യമാകുന്നത്. 1978 ഭേദഗതി ചെയ്ത ഇപ്പോൾ നിലവിലുള്ള ഗുരുവായൂർ ദേവസ്വം ചട്ടം അനുസരിച്ച് രൂപവൽക്കരിച്ച ഒരു ഭരണസമിതിയിലും ഇതുവരെ വനിതാംഗം ഉണ്ടായിട്ടില്ല. 1971 ഗുരുവായൂർ ക്ഷേത്രഭരണം സർക്കാർ ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ ഭരണസമിതികളിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. സാഹിത്യകാരി N ബാലാമണിയമ്മ, ദേവകിയമ്മ എന്നിവർ ആദ്യകാലത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ 1978 ചട്ടം ഭേദഗതി ചെയ്ത ശേഷം വനിതകൾ ഭരണസമിതിയിൽ എത്തിയിട്ടില്ല. 3 പാരമ്പര്യ അംഗങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഹിന്ദു മന്ത്രിമാർ ചേർന്ന് നാമനിർദ്ദേശം ചെയ്യുന്ന 6 അംഗങ്ങളും ഉൾപ്പെട്ടതാണ് ഭരണസമിതി. 2 വർഷമാണ് കാലാവധി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയിൽ വനിതകൾ പലപ്പോഴും എത്തിയിട്ടുണ്ടെങ്കിലും ഭരണസമിതി അംഗമായി എത്തുന്നത് ഇതാദ്യമായാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിലാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ സ്ത്രീ പ്രവേശനം ഉണ്ടാകുന്നതെന്നത് പ്രത്യേകതയായി. CPIയുടെ പ്രതിനിധിയായാണ് ഷിനിജ ഭരണസമിതിയിൽ എത്തുന്നത്. മീഡിയ ടൈം, ഗുരുവായൂർ.